അങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ എത്തിക്കുകയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ട്രെയിലർ തന്നെയായിരുന്നു ഈ ഒരു മാസത്തെ. സോ ഈ ട്രെയിലർ വേണ്ടി കട്ട വെയിറ്റിംഗ് ചെയ്യാണ്. സാധനം കണ്ടു ഒരു കിടിലൻ ട്രെയിലറിനകത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഭയങ്കര വെറൈറ്റി സംഭവം. അവന് മമ്മൂക്ക ചെയ്ത റോള് പ്രത്യേകതയുള്ള റോൾ തന്നെയാണെന്ന് ആ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനത്തെ കേൾക്കാം മമ്മൂക്കേൻ്റെ ഓരോ സീൻസും ഈ ഒരു ട്രെയിലറിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് ഓരോ കാര്യങ്ങളും ഭയങ്കര നമുക്കൊന്നും ഒരു പിടിയും തരുന്നില്ല ഇതിൻ്റെ കഥ എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം. ഒരു ചെറുങ്ങനെ ഒരു പിടി ഇരുന്നുണ്ട്. അതായത് പകിടേൻ്റെ ഒരു റെഫറൻസ് വന്നിട്ടാണ് ഇവർ ഈ ട്രെയിലർ മൊത്തം കൊണ്ടുപോയത്. അതായത് പകിടിയും കരിക്കളും, അത് പകിട കളിച്ചുകൊണ്ട് ആ കരിക്കളായിട്ടായിരിക്കും ഈ ഒരു അർജുന അശോകനും പിന്നെ മറ്റു ചങ്ങായിലുള്ളത്. സോ അങ്ങനത്തെ എന്തെല്ലോ കാര്യങ്ങളായിട്ടാണ് ഈ ട്രെയിലർ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി വരുമ്പോൾ ഭയങ്കര രസം തന്നെയുണ്ട് കേട്ടോ. അത് 2.5 മിനിറ്റാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ ആയിട്ടുള്ളത്. ആ 2.5 മിനിറ്റും ഭയങ്കര രസം തന്നെയായിരുന്നു. ആൻഡ് ആ ഫ്രെയിംസും കാര്യങ്ങളും ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു. ആൻഡ് എനിക്കൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത് കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണോ ഞാൻ എന്ത് ചെയ്തു. പിന്നെ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കിത് ഭൂതകാലം പോലെ പേടിപ്പിക്കാനായിട്ട് ഈ ഒരു പടം വെച്ച പോലെ അങ്ങനെ തോന്നില്ല. ഇത് വേറെ തന്നെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഒരു ടൈം ലൂപ്പ് എന്നെല്ലാം പറഞ്ഞ ഇപ്പോൾ റൂംസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അങ്ങനെയും വരാം. അങ്ങനത്തെ രീതിയിലേക്കും ഇത് ചെറിയ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. സോ മമ്മൂക്കേൻ്റെ ലാസ്റ്റ് അവസാനത്തെ ചിരി ഉണ്ടായി ട്രെയിലർ അവസാനിക്കുമ്പോൾ. അതൊരു ഗംഭീര സാധനം തന്നെയാണ്. കുറച്ചൊരു മില്ലി സെക്കൻഡിലെ ആ സാധനം കാണിച്ചിട്ടുള്ളൂ. അത് ഗംഭീരം തന്നെയാണ്. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സോ ഞാൻ ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ അധികം ആൾക്കാരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ആ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. പിന്നെ മമ്മൂക്കേൻ്റെ ഈ റോള് അത് ഇത് ഏതാണ് എന്താണെങ്കിലും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്. സോ ഒരു വില്ലൻ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൻ്റെ തന്നെയാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. ഒരു ഗംഭീര സാധനം തന്നെയായിരുന്നു. ആ പകിടേൻ്റെ റെഫറൻസ്, ആ ഒരു ഡയലോഗ് ഡെലിവറി എല്ലാം ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് കുറേ വിഷ്വൽസ് കൂടിയ ട്രെയിലർ കൂടുതലായിട്ട് സഞ്ചരിച്ചത്. സോ എല്ലാം കൊണ്ടും നല്ല കിടിലൻ ട്രെയിലറായിട്ട് തന്നെ തോന്നി. നമുക്കൊരു പിടി തന്നെ ഈ സിനിമയിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ ട്രെയിലറിൻ്റെ വിജയം. നല്ല ഈക്കനെ ഇത് എഡിറ്റും കട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് വേണം. മമ്മൂക്കേൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഗംഭീരം തന്നെയായിരുന്നു. ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി അത്രയും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. സോ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ തമിഴിലും കൂടി പറഞ്ഞു കേട്ടോ. തമിഴിൽ ഗംഭീരമായിട്ട് ആ രാവണൻ്റെ ഒരു റെഫറൻസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു രാവണൻ്റെ ഒരു റെഫറൻസ് പോലെ ആയിരിക്കും മൂപ്പരുടെ ക്യാരക്ടർ ഉണ്ടാവും മമ്മൂക്കേൻ്റെ. സോ കുറേ കാര്യങ്ങൾ ഹിഡൻ തന്നെയാണ്, എന്താണെന്ന് പിടിയും തന്നില്ല. ഈ പകിടിയും കാര്യങ്ങളും സോ അതിൻ്റെ റെഫറൻസ് കൂടെയാണ് ട്രെയിലർ മൊത്തം പോയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസ് തന്നെയായിരുന്നു കേട്ടോ. അത് ഏകദേശം നമുക്കൊരു ചെറിയൊരു ഹൊറർ ഫീൽ തരാനുള്ള സാധിച്ചിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത്രേ പറയാനുള്ളൂ. ഫെബ്രുവരി 15 സിനിമ റിലീസ് ചെയ്യുന്നത്. മമ്മൂക്കേൻ്റെ ഒരു കിടിലൻ പടം തന്നെയാട്ടെ. തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.